ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിലത്തെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. അവിടെ ഒരു വെള്ള സാധനത്തിനെ കണ്ടില്ലേ, അത് നമ്മുടെ സില്ലിയാണ്. അവിടുത്തെ സുഗന്ധവാസം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ കോഴിനെയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നില്ലേ, നമ്മളുടെ അടുത്തുണ്ടായ ഒരു മുല്ലപ്പൂവിൻ്റെ മുട്ടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് എപ്പോഴാണോ വിരിയുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ നാശം സംഭവിച്ചത് വെറുതെ അല്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ കാണാനില്ല. പിന്നെ ഒരു കാര്യമാണ്, നമ്മുടെ അവിടെ ചാമ്പങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ചാമ്പങ്ങ കാണിച്ചു തരാം. ഇവിടുന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ട കുറേ ചാമ്പങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ അതൊന്നൊന്ന് കണ്ട ചാമ്പങ്ങ. അപ്പോൾ ഇതണ്ട നമ്മുടെ സില്ലിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കളിക്കുക, കിടക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഇനി നമ്മുടെ മീൻകുളമാണ് ഞങ്ങൾ കാണിക്കാൻ പോണത്. മീൻകുളം, ഇതിൽ മീനുകളുണ്ട്. അവിടെ ഞാൻ കാണിച്ചത് മീനിനെ, ഇവിടെ ഒരു മീനുണ്ട്, പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങോട്ട് വരാം ഞാൻ. കണ്ട നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ശരിക്കും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയില്ല. ശരി, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇവിടെയാണ് നമ്മുടെ ഇതൊക്കെ മുറിച്ച് മാറ്റി, മരങ്ങളൊക്കെ മുറിച്ചാക്കി നാശം സംഭവിച്ചു. എനിക്കൊന്നും സങ്കടമുണ്ട്. കാരണം ഇങ്ങനത്തെ മരങ്ങളിലൊക്കെ ഞാൻ കയറിയിട്ട് അവിടെ മുളക് പറിച്ചതായിരുന്നു. നമ്മുടെ നമുക്ക് ഇച്ചിരി നേരം ഞാൻ വെയിറ്റ് ചെയ്ത് ഇച്ചിരി നേരം. അതെൻ്റെ ഇതാണോ വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു ഓട്ട, അതെന്താണെന്ന് ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാവേ. അടുത്ത് പോയി കാണിച്ചു തരാം വിചാരിച്ചു. പക്ഷെ മരങ്ങൾ വെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞാൻ കാണുമ്പോൾ നോർമലി മരം ഉണ്ടാവും, പക്ഷെ അതിൽ തേനീച്ചകൾ ഒരു കൂട് വെച്ച് കാട്ടുതേനുകളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെ അതിന് എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു മിനിറ്റ്, എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലെടുത്ത് വെച്ചതാണ്. പക്ഷെ അതിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട്. അന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇതാണ് കേട്ടോ ഗൈസ്, ഉറുമ്പ് പിടിച്ചിരിക്കുന്നുണ്ട്. ഉറുമ്പ് പിടിച്ചിട്ടേ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ആ തേൻ കിട്ടണമെങ്കിൽ നല്ല മധുരമാണ്. നമ്മുടെ അവിടത്തെയാണ്. ഇനിയുമുണ്ട് കുറേ തേനുകൾ, പക്ഷെ അവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം അത് അറിയാത്ത കുറച്ച് സ്ഥലങ്ങളിൽ അത്രയ്ക്കൊക്കെ ദൂരങ്ങളൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് വേണം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി. ഓക്കെ, എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാലേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഫോണിൽ കൂടെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അറിയിപ്പിച്ചതാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കുറേ സമയമായി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കട്ടാക്കണ്. അതിന് മുമ്പായിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു പുതിയൊരു അതിഥി വന്നു. നേരത്തെ 10 കോഴികളെ വാങ്ങി, അതിലിപ്പോൾ ബാക്കി വന്നത് 8 കോഴികൾ. അതിനൊക്കെയാണ് നമ്മൾ അഴിച്ചു വിട്ടത്. ഇത് പുതിയതായിട്ട് വാങ്ങിയ 20 കോഴികൾ. ടോട്ടൽ ഇപ്പോൾ 28 കോഴികളാണ്. ശരി, കുറേ നേരമായി. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് ആ തേന് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ കിട്ടും. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ടാറ്റാ.